അൽഹംദുലില്ലാഹ് ഈ സൊസൈറ്റിക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. പലരും കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും അതോടൊപ്പം മോഹത്തോടെയും നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ അത്തരം ശൈലികളും സ്വഭാവങ്ങളും. പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൈ അഴിഞ്ഞു കൊടുക്കും നമ്മൾ. അവരുടെ സർജറി, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ മുന്നിൽ നിൽക്കും. അതോടൊപ്പം അവരുടെ വീട്, അവരുടെ വിവാഹം, അതിലൊക്കെ നന്നായിട്ട് സഹകരിക്കും. ഈ ഉമ്മത്ത് മുസ്ലിം സൊസൈറ്റി അങ്ങനെയുള്ള വലിയൊരു പുണ്യം നിലനിർത്തി വരുന്നു. ഇപ്പോഴും അത് തുടരണം, കുറച്ചുകൂടെ വിപുലപ്പെടണം. എപ്പോൾ? പ്രത്യേകം ദിവസങ്ങളിൽ, പ്രത്യേകമായ മാസങ്ങളിൽ. അപ്പോൾ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട സദക്ക, ഇപ്പോൾ വെള്ളിയാഴ്ചയുടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വെള്ളിയാഴ്ച പ്രത്യേകം സദക്കയിൽ പുണ്യമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ചില്ലറാക്കി അങ്ങനെ വരിക. ഒരു സാധു പെണ്ണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇങ്ങനെ പോക്കറ്റിലൊക്കെ പരിശോധിച്ചിട്ട് നിൻ്റെ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ എന്താ ചെയ്യുക? അങ്ങനെ ഫോൺ എടുത്തിട്ട് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ഉണ്ടോ? അന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ എന്നാ പിന്നെ എന്താ പോകാമെന്നറിയാം. ഏറ്റവും ചുരുക്കിയ നീരസം തോന്നരുത്. ഇപ്പം നമ്മൾ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ കാണാം ഈ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ചില വൃദ്ധർ. എന്നും ഇയാൾക്ക് തന്നെ പണിയെന്ന് ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ തോന്നരുത്. തോന്നിയിട്ടുണ്ടോ? ആ മനുഷ്യന് നല്ലൊരു പൈസ കൊടുത്ത് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ പൊരുത്തപ്പെട്ടേരിയെന്ന് പറയണം. നമ്മളെ ചില പുരോഗതിയൊക്കെ തടയപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോൾ ആ തോന്നലുണ്ടായിരിക്കും. അയാൾക്ക് എന്നും ഭക്ഷണം കഴിക്കണ്ടേന്ന് പറയും. ഒരു വ്യക്തിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അവരുടെ സ്വകാര്യ ജീവിതവും അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ അർഹനായൊരു മനുഷ്യൻ അതിനു വേണ്ടി നിൽക്കുമ്പോൾ ഇയാൾക്ക് തന്നെ പണിയെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും പുരോഗതി തടയപ്പെടുന്നത്, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഉദ്യോഗത്തിലുള്ള ഈ കയറ്റം അല്ലേ, അത് നടക്കാതെ പോണത്, അല്ലെങ്കിൽ ഒരു പറമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇതുവരെ നടക്കാത്തത്, അല്ലെങ്കിൽ ഒരു കല്യാണം മോളത് കഴിക്കണം എന്ന് കരുതിയിട്ട് കുറേ കാലം നടക്കണം, പക്ഷെ ഒന്നും സംഭവിക്കണില്ല. എല്ലാം അങ്ങനെ തട്ടിമുട്ടി പോവുക. അതിൻ്റെ പ്രശ്നം ഇങ്ങനെയുള്ള ചില വിചാരങ്ങളായിരിക്കും.